ഇന്ന് നാം ബാലജന പെരുന്നാളായി ആചരിക്കുന്നു. അതിനാൽ എല്ലാ ആശംസകളും എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൗത്യം എല്ലായിടത്തു നിന്നും എല്ലായിടത്തിലേക്ക്. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഒരുപാടധികം ദൗത്യങ്ങൾ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നാം അതിൽ പലതും ചെയ്യാതെ വിട്ടിട്ടുണ്ട്. നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാതെ ചില കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ, ചില ദൗത്യങ്ങൾ കർത്താവ് നമ്മളോട് തന്നിട്ടുണ്ടാവും, നമ്മളിലൂടെ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചില ദൗത്യങ്ങളെ പറ്റി, അതിൽ ചില ദൗത്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചെറിയ ചെറിയ തെറ്റുകൾ വരും, അതൊക്കെ ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നു. ഇന്ന് നാം വായിച്ചേട്ട മത്തായി സുവിശേഷം 13:47 മുതൽ 52 വാക്യത്തിൽ, ഇവിടെ 47 വാക്യത്തിൽ ഒരു സ്വർഗരാജ്യം തടാകത്തിൽ ഇട്ടിരിക്കുന്നു, എല്ലായിടത്തിലെ മത്സ്യങ്ങളെ പിടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വർഗരാജ്യം ഒരു തടാകത്തിൽ വല വിരിച്ചിരിക്കുന്ന പോലെയെന്നും, എന്നാൽ ആ വലയിൽ പലതരം മീനുകളെ കയറുന്നുണ്ട്. അതിൽ വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല. സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേകമായിട്ട് റൂൾസും റെഗുലേഷൻസ് ഒന്നും ഇല്ലെന്നാണ് സ്വാഭാവികമായിട്ട് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അത് നമ്മോട് ഞാൻ പറഞ്ഞു. നാം ചില കാര്യങ്ങൾ ഒരു മിഷണറി എന്ന നിലയിൽ നാം ചില കാര്യങ്ങൾ നോക്കാനുണ്ട്. ഉദാഹരണത്തിന് പല കാര്യങ്ങളും നാം വർണ്ണത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും എല്ലാം നമ്മുടെ സൊസൈറ്റി അനുഭവിക്കുന്ന കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളുണ്ട്. അതൊന്നും സ്വർഗരാജ്യത്തിൽ അതിനൊരു പ്രസക്തി ഇല്ലെന്നാണ്. പണത്തിൻ്റെ ആവട്ടെ, അതോ പവറിൻ്റെ ആവട്ടെ, രാഷ്ട്രീയമാവട്ടെ, അതിനൊന്നും സ്വർഗരാജ്യത്തിൻ്റെ ഇടമില്ല. അതെല്ലാം വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തീ ചൂടയിലൂടെ എടുത്തിട്ടതിന് ശേഷം നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒരു കർത്താവിനെയാണ് നാം ഇവിടെ കാണുന്നത്. സത്യമല്ലേ? നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി ഒരാൾ അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വീട്ടിൽ നമുക്ക് മക്കളുണ്ട്, അനിയന്മാരുണ്ട്. അപ്പം അടുത്തുള്ള ഒരാളുടെ തെറ്റിന് വേണ്ടിയിട്ട് നാം അവരെ ശിക്ഷിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്ത, അത് ചിലപ്പോൾ വലിയൊരു തെറ്റായിരിക്കും. അതിന് എനിക്ക് പകരം നിങ്ങൾ ആരെങ്കിലും ജയിലിൽ പോകാൻ തയ്യാറാവും, അല്ലെങ്കിൽ എനിക്ക് പകരം നിങ്ങൾ ആരെങ്കിലും ആ തെറ്റേറ്റെടുക്കാൻ തയ്യാറാവുമോ? ആകത്തില്ല. മേ ബി ഞാനാകത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. അത് തന്നെയാണ് ഇവിടെ യേശുകർത്താവ് അങ്ങനെയല്ല. നമ്മുടെ തെറ്റ്, നമ്മളെന്താണോ, നമ്മൾ ഏത് തെറ്റ് ചെയ്തോ അതൊന്നും ഒരു ബാധകമല്ല, അതിനൊരു ബാധകവുമല്ല. നീ ചെയ്തത് എനിക്ക് വേണ്ടിയോ അതോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ആർക്കുമാവട്ടെ നിന്റെ തെറ്റ് ഓർക്കുവാനും നിന്റെ തെറ്റ് ഏറ്റെടുക്കുവാനും കർത്താവായ യേശുക്രിസ്തു അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ദൗത്യം ഇവിടെ നമുക്കറിയാം, CSL പല ചർച്ചുകളിലും പലധികം മിഷണറിമാരും പലധികം ആൾക്കാരും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ കണ്ടൊരു കാര്യം ഇവിടെ പറയാം. ഞാൻ 2 വർഷം പഠിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു അമ്മച്ചിയുണ്ട്, ഒരു പ്രായമുള്ള അമ്മച്ചി. കണ്ണ് കാണത്തില്ല, നടക്കാൻ പറ്റില്ല, ശോഷിച്ചായിരിക്കുന്നത്, മുഷിഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത്. ആര് കണ്ടാലും അറപ്പ് തോന്നും. എനിക്ക് വരെ കണ്ടിട്ട് പേടി തോന്നിയിട്ടുണ്ട്. ആ അമ്മച്ചിയോട് ആരും സ്നേഹം കാണിക്കാൻ പറ്റില്ല. ആ അമ്മച്ചി ആകെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് കണ്ടപ്പോൾ മനസ്സിലായി, ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പേടി, വല്ലത് ചെയ്യുമോ എന്നൊക്കെ. എന്നാൽ അവിടെ ഒരു യാചകനും ഇരിപ്പുണ്ടായിരുന്നു, തൊട്ടപ്പുറം ഒരു യാചകൻ. അദ്ദേഹത്തിന് ഒരു കാലിന് ഒരു പ്രശ്നം, അതിനാൽ അദ്ദേഹം യാചിക്കുന്നു. ഈ അമ്മച്ചി കണ്ണ് കാണത്തില്ല, ശോഷിച്ചിരിക്കുന്നത്, മുഷിഞ്ഞ വസ്ത്രമാണ്. എന്നാൽ അമ്മച്ചി ജീവിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പി ഇറക്കി അത് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിലാണ്. ആൾക്കാരെ കാണുമ്പോൾ ഒറ്റ ഓട്ടം ഓടും, പേടിച്ചിട്ട് ഓടും. പാതിരാത്രിയാണ് പലപ്പോഴും വന്ന് കുപ്പി ഇറക്കുന്നത്. പലരും വിചാരിച്ചിരിക്കുന്ന കള്ളിയാന്ന് പറഞ്ഞ് പലരെ ഓടിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നാം ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചില കാര്യങ്ങൾ പറ്റത്തില്ല എന്ന്, ചെറിയ റീസൺസ് മൂലം നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചില ദൗത്യങ്ങൾ നമ്മൾ
കളയാറുണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളഞ്ഞിട്ടുള്ളൊരു ആളാണ്. ചെറിയ ചെറിയ റീസൺസും ഉണ്ട്. അതായത് നമ്മുടെ ദൗത്യം ഏതാണോ എന്ന് നാം കണ്ടുപിടിച്ച് അത് നമ്മൾ ചെയ്യുക. അതേപോലെ ഒരു മിഷണറി ആവുക എന്നൊരു ലക്ഷ്യം പലരിലും നമുക്ക് വേണം. ഒരു മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം കഴിക്കുക എന്ന് മാത്രമല്ല. മിഷണറി എന്ന നിലയിൽ ഒരുപാട് തരത്തിലുള്ള മിഷണറിമാർ നമുക്കുണ്ട്. നാം ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അതൊരു മിഷൻ ഫീൽഡായി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ അടുത്തുള്ള ഒരു അയൽവക്കക്കാരനെ സ്നേഹം കാണിക്കുന്നത് പോലും അതൊരു മിഷൻ ഫീൽഡാക്കാൻ നമുക്ക് പല കാര്യങ്ങളും നമുക്കതൊരു മിഷൻ ഫീൽഡാക്കാൻ പറ്റും. അതേപോലെ ഒരു മിഷണറി അല്ലെങ്കിൽ ഒരു ദൈവത്തിന് വേണ്ടി ഒഴുകി തിരിക്കാൻ അതിയായ ആഗ്രഹമുള്ള ഒരാളെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഏലിയാവിനെ കുറിച്ച് പറയാൻ ഞാൻ ഒന്ന് വായിച്ചിട്ട് ഒന്ന് രാജാക്കന്മാർ 17-1 മുതൽ 14 വാക്യം വരെ ഉള്ളതിനകത്ത് ഇവിടെ ഏലിയാവിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ദൈവത്തിനെ ഉറച്ചു വിശ്വസിച്ചതിനാൽ അവന് ഒരു ആപത്തും വരാതെ ഭൂമിയിലെന്നും വറ്റി വരേണ്ടപ്പോഴും അവന് കുടിക്കാനും അവന് കഴിക്കാനും അപ്പവും ആഹാരവും വെള്ളവും എത്തിച്ചിരുന്നു. അത് നമ്മളെ കൊണ്ട് പറ്റും. നമുക്ക് എത്ര ദിവസം ഒരാൾക്ക് കഴിക്കാനും കുടിക്കാനും ജീവിക്കാൻ പറ്റും? നാം പലപ്പോഴും മിഷൻ ഫീൽഡിലോട്ട് പോകുമ്പോഴത്തേക്കും പലരും നേരിടുന്ന പ്രതിസന്ധിയാണ്. എങ്ങനെ ബാക്കി തുടർച്ച എങ്ങനെ പല പ്രയാസങ്ങളും നമുക്ക് വരും. അടുത്ത ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എന്തായിരിക്കും, എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, നാം എന്ത് ചെയ്യും, ഒരു ചെറിയൊരു പ്രശ്നം മതി, അതിലെന്ത് ചെയ്യും? അതിലെല്ലാം കർത്താവിനെ മുഴുവൻ പിടിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് അതിനപ്പുറം മറികടക്കുവാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ വഴി നടത്തും. ഇതേപോലെ ഇപ്പൊ ഏലിയാവിനെ ദൈവം സഹായിച്ചതുപോലെ തന്നെ ഏലിയാവിനെ സഹായിച്ച ഒരു മിഷണറിയെ സഹായിച്ച ഒരു സ്ത്രീയെ പറ്റി ഇവിടെ പറയുന്നത്. അവൾക്ക് എണ്ണ തീരുകയോ മാവ് തീരുകയോ ഇല്ലെന്ന് പാനപാത്രം തന്നെ എണ്ണയും മാവ് തീരത്തില്ലെന്നും പറയുന്നതായിട്ട് നമുക്കിവിടെ വായിച്ച് കേൾക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ കർത്താവായ യേശു സഭ രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന് നമ്മുടെ ദൗത്യമാണെങ്കിൽ, രണ്ട് നമ്മുടെ സഭ. ഒരാളെ ഒരു ദൗത്യം നിർവഹിക്കപ്പെടുന്നത് അത് സഭയിൽ നിന്നായിരിക്കും. നാം എല്ലാവരുമായിരിക്കും ഒരു ദൗത്യം നിർവഹിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ സഭയിൽ നിന്നും ഒരാള് ഇതേപോലെ നല്ലൊരു കാര്യങ്ങൾ കേട്ടും വളർന്നും പഠിക്കുവാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും അടുത്ത ദിവസം സൊസൈറ്റിയിൽ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിരിക്കും. അത് ഉറപ്പാണ്. നമ്മുടെ സഭയിൽ നിന്നുമുള്ള സപ്പോർട്ടാണ് നമുക്ക് രണ്ടാമതായി വേണ്ടത്. അതായത് റോമ സഭയിൽ പണ്ട് പല കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെ എങ്ങനെ വിശ്വസിക്കും, അവൻ ആരാണ്, എവിടെ നിന്നാണ് എന്നെല്ലാം കുറേ സംശയങ്ങൾ പറയുകയും സംശയങ്ങൾ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ അവിടെ ഉള്ള പല കാര്യങ്ങളെയും അവർ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പിള്ളേരെ അങ്ങനെ അത്ര കാര്യമാക്കിയിരുന്നില്ല. ഇപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു തെളിവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ തന്ന സ്നേഹവും ഈ സഭ തന്ന സ്നേഹം കാരണമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇതേപോലെ എനിക്ക് നിൽക്കാൻ ഒരു കഴിവ് തന്നത് സഭയാണ്. അപ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു മിഷനാണ്. ഞാൻ ആ മിഷൻ ഫീൽഡിൽ, നിങ്ങളുടെ മിഷൻ ഫീൽഡിൽ നിന്ന് എനിക്ക് തന്നൊരു മിഷനാണ്, ഞാനത് ചെയ്യുന്നു. ഇപ്പം ഇതൊക്കെയാണ് ചെറിയ ചെറിയ ദൗത്യങ്ങൾ. എനിക്ക് നിങ്ങൾ തന്ന ദൗത്യം, കർത്താവായ യേശുക്രിസ്തു തന്ന ദൗത്യം. നാം പലരിൽ നിന്നും പലയിടത്തിലേക്കും ദൗത്യങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ചെയ്യണം. അതുപോലെ ദൈവത്തിൻ്റെ പല കാര്യങ്ങളിലും നാം മനുഷ്യർ പങ്കെടുക്കാറുണ്ട്. ദൈവത്തിൻ്റെ പല കാര്യങ്ങളിലും നാം മനുഷ്യരായിരിക്കും, പല കാര്യങ്ങളും നാം മനുഷ്യരായിരിക്കും ചെയ്യുന്നത്. ഉദാഹരണത്തിന് കാനായിലെ കല്യാണത്തിന് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയിരുന്നു. അത് കുഷ്ഠരോഗിയെ എഴുന്നേൽപ്പിച്ചത് അല്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ, കർത്താവ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനെ ഭൂമിയെ തിരിച്ച് നല്ലതാക്കണമെങ്കിൽ അതൊരു മനുഷ്യനെ കൊണ്ടേ കഴിയൂ എന്നുള്ള വലിയൊരു ആബോധമാണ് നമുക്ക് തരുന്നത്. ഉദാഹരണത്തിന്
കാനയിലെ കല്യാണത്തിന് കർത്താവിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വീഞ്ഞ് വെള്ളമാക്കായിരുന്നു, ഇല്ലെങ്കിൽ വേറെ വീഞ്ഞ് എടുത്തുകൊണ്ട് വരായിരുന്നു. അതൊന്നും ചെയ്യാതെ ഒരു ആദ്യമേ ശിഷ്യനോട് പറഞ്ഞത്, നീ വെള്ളം നിറക്കി, അതിനുശേഷം ഞാൻ നിനക്ക് വീഞ്ഞ് തരാം. അതേപോലെ കുഷ്ഠരോഗിയെ വേണമെങ്കിൽ കർത്താവിന് അവിടെ നിന്നിട്ട് ഇവിടെ നിന്നിട്ട് അറിയാം കുഷ്ഠരോഗി എത്ര പേരുണ്ട്, എല്ലാവരും ഒറ്റ സൗഖ്യമാകട്ടെ എന്ന് കർത്താവിന് വേണമെങ്കിൽ പറയായിരുന്നു. എന്നാൽ കർത്താവ് എന്നാ ചെയ്തത്, നീ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ സൗഖ്യമാക്കാം. അതാണ് കർത്താവ് ആദ്യമായി പറഞ്ഞത്, നീ എൻ്റെ അടുത്ത് വാ. അതേപോലെ കുളക്കരയിൽ കിടക്കുന്ന കുഷ്ഠരോഗിയോട് ഞാൻ കുഷ്ഠം ബാധിച്ച് കിടക്കുക, അല്ലാതെ എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കിടന്ന കുഷ്ഠരോഗിയോട് കർത്താവ് പറഞ്ഞത്, നീ കിടക്കിയെടുത്ത് നടക്ക്, എന്നാൽ ഞാൻ നിന്നെ സൗഖ്യമാക്കാം. അതേപോലെയാണ് നിങ്ങളിലെ കുറേ തെറ്റുകുറ്റങ്ങളുണ്ട്, അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് സൗഖ്യമാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് വലിയൊരു കർത്താവിനെയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നമ്മളെ ഈ ദൗത്യത്തിൽ നിന്ന് പിൻവലിക്കാറുണ്ട്. ഒരു ദൗത്യം നിർവഹിക്കണമെങ്കിൽ ആദ്യമേ നിങ്ങൾ കർത്താവിനെ വിശ്വസിക്കുക എന്നതാണ്. നാം കർത്താവിനെ വിശ്വസിക്കുന്നുവെങ്കിലും പല കാര്യങ്ങളിലും കർത്താവിന് കൊടുക്കേണ്ട പ്രയോറിറ്റീസ് നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ വരുന്നുണ്ട്, കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാം ചിലവരുണ്ട്, ഞാൻ നിങ്ങളെ അല്ല പറയുന്നത്, ചിലവരുണ്ട് കർത്താവ് പള്ളി വരും, എല്ലാവരും ചെയ്യുകയൊക്കെ ചെയ്യും, എന്നാൽ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ കാര്യങ്ങൾ കുറ്റം പറയും. ഒരു അത്യാവശ്യത്തിന് ഒരു റേഷൻ ആയിരിക്കും ചിലപ്പോൾ, അവർക്ക് അടുത്ത കഞ്ഞിയൊക്കെ റേഷൻ കാണത്തില്ല. അപ്പോഴത്തേക്ക് ഇച്ചിരി കഞ്ഞി റേഷൻ ചോദിച്ചാൽ, അയ്യോ എൻ്റെ വീട്ടിൽ ഇന്നലെയല്ലേ തീർന്നു പോയത് എന്ന് പറയും. അത് പക്ഷെ 10,000 ഇഷ്ടം അരി ഇരിപ്പുണ്ടാവും. അതല്ല സത്യം പറഞ്ഞാൽ. പള്ളി വരണം അത് വേറൊന്നും, അതൊരു വേറൊരു രീതിയിൽ. പക്ഷെ പള്ളി വരാത്ത കുറേ പേരുണ്ട്, അവര് എന്നാൽ ദൈവത്തിന് വേണ്ടാത്തവരും അല്ല. അവർ ചെയ്യുന്ന ദൗത്യം എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു യാചകന് കുറച്ച് പണം നൽകുന്നതാണെങ്കിൽ പോലും അതും ഒരു മിഷനാണ്. അതേപോലെ ചിലവരുണ്ട്, അത് കുറച്ച് റയറായിട്ട് കാണാറുണ്ട്, പള്ളിയിൽ വരും മിണ്ടാതിരിക്കും, എന്നിട്ട് മിണ്ടാതിറങ്ങി പോയി, പിന്നെയും എല്ലാ ആഴ്ചക്കാരും പിന്നെയും മിണ്ടാതിറങ്ങി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അയാളുടെ ഡെയിലി റൊട്ടീൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം യാചക അങ്ങനെ ആരെയും വേണ്ടിയില്ല. അദ്ദേഹത്തിന് ഒരൊറ്റ വഴി അങ്ങനെ നടക്കുന്ന ചിലരുണ്ട്. അവരും പലരുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാനുള്ളത്, നിങ്ങൾ പള്ളി വന്നാലും വന്നില്ലേ സഹജീവികളോട് സ്നേഹം പുലർത്തുക എന്നൊരു വലിയൊരു ദൂത് കർത്താവ് തന്നെ പറയുന്നുണ്ട്. കർത്താവ് പുതിയ നിയമത്തിൽ നോക്കുവാണെങ്കിൽ സ്നേഹത്തിനെ പറ്റി മാത്രം പറയുന്നുണ്ട്. യോഹന്നാൻ സ്നേഹത്തിനെ പറ്റി ഒരുപാട് വിവരിച്ച ഒരാളാണ്. അതേപോലെ നിങ്ങൾ അങ്ങേക്കും സ്നേഹിക്കുക എന്ന് പറയുകയും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം അത് മാത്രമല്ല, നമ്മുടെ ദൗത്യം, നാം എന്താണ്, നാം ആരാണ്, നാം എവിടെയാണ്, നമ്മുടെ ദൗത്യം എന്താണ് എന്ന് തിരിച്ചറിയുക. പല കാര്യങ്ങളിൽ നമ്മുടെ ദൗത്യങ്ങൾ വിട്ടുമാറാറുണ്ട്. ചില കാര്യങ്ങളാവട്ടെ, ചിലതിൽ നാം പള്ളി വരുന്ന കാര്യങ്ങളിലാവാം. രാവിലെ പള്ളിയിൽ വരാനായിട്ട് നോക്കിയപ്പോൾ ഭയങ്കര മഴ, അപ്പോൾ ഇത് മഴ കാരണം പള്ളി വരണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലവർ വിചാരിക്കും ഇത് സ്തോത്രമേ ചെയ്യില്ല, അതുകൊണ്ട് ഇന്ന് പള്ളി വരണ്ട. ചിലർ വിചാരിക്കും ഇന്ന് എല്ലാത്തിനാണ് പള്ളിയിൽ, ഇന്ന് ബാലചാര പെരുന്നാളുണ്ട്, പിള്ളേരുടെ പരിപാടിയുണ്ട്, പിള്ളേരെല്ലാം കാണിക്കാനില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഇതേപോലെ പല ചിന്തകളുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ച് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം അത്രയേ ഉള്ളൂ പള്ളി വരിക. മറ്റുള്ളവരോട് ആദ്യമായി ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. നാം അന്യോന്യം ഒന്ന് ചിരിച്ചേ, അത് വസനം പിടിച്ച് നിൽക്കാതെ നമ്മളോട് ചിരിക്കുക. ഇതാണ് അന്യോന്യം സ്നേഹിക്കുക. ആദ്യം തന്നെ ചിരിച്ചു നോക്കുക. അന്യോന്യം ചിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മിഷനാണ്. നമ്മുടെ ഒരു പുഞ്ചിരി കാരണം മറ്റുള്ള ഒരാളുടെ മനസ്സിലെ വലിയൊരു വേദനയായിരിക്കും ചിലപ്പോൾ മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ വാക്കുകളെ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ദൗത്യം എന്താണ് നാം തന്നെ കണ്ടുപിടിക്കുക. മറ്റുള്ളവരോട് ചിരിച്ചു സ്നേഹത്തോടെ എല്ലാവരും സ്നേഹം നന്ദി.